ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവിയൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ അവിയൽ. അതായത് ചെറുകായ, ചേമ്പിൻ്റെ തണ്ട്, കൊപ്പക്കായ, ചേമ്പിൻ്റെ ചെറിയ കൂമ്പുണ്ടല്ലോ, അത് വീട്ടിലുണ്ടായ പയർ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് താളനണ്ടും കൊപ്പക്കായ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ അവിയലിന് അരിയണ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് താളനണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയ കൂമ്പ് വരില്ലേ, തിരി പോലെ, അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊപ്പക്കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പപ്പായ എന്ന് പറയും, അല്ലെങ്കിൽ കൊപ്പക്കായ. അതുപോലെ തന്നെ ചെറുകായ. ഇതിൻ്റെ അവിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ ഒഴിച്ചിട്ട് കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് തിരിഞ്ഞും പിടിപ്പിക്കണം കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള അവിയലാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കുന്ന അവിയൽ മറ്റേ സദ്യ അവിയൽ പോലെ ഡ്രൈ അല്ല, ചെറിയൊരു, പിന്നെ താളുന്നുണ്ടായത് തന്നെ കുറച്ച് വെള്ളം വരും ചെയ്യും അതിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് കൈവച്ച് തിരുമ്മിയിട്ടാണ് നമ്മൾ ഇത് മൂടി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മോരൊക്കെ ഒഴിച്ച് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ പയറൊക്കെ തെങ്ങിൻ്റെ കടയ്ക്കൊക്കെ തന്നെ മുളച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പയറും അതുപോലെ തന്നെ താളുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് ഞാൻ തിരുമ്മി വെക്കും കേട്ടോ. അപ്പോൾ ഒരു നല്ല സ്മെല്ലാണ്. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് അരപ്പെന്ന് പറയുന്നതിൽ കുറച്ച് ഉള്ളി ചേർക്കും കേട്ടോ. ഉള്ളിയും ജീരകവും പച്ചമുളകും തേങ്ങയും ചേർക്കും. നമ്മുടെ സദ്യ അവിയലൊന്നും ഉള്ളി ചേർക്കില്ല കേട്ടോ. ഇതിൽ ചുമന്നുള്ളിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നല്ലൊരു വേറൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ചേന ഉണ്ടാവുന്ന സമയമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സീസൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇതുണ്ടാവുക. താളനണ്ടും കൊപ്പക്കായും ചെറുകായും എപ്പോഴും വീട്ടിലുണ്ടാവും. അതിലേക്ക് ഇതാ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തൈരും മൂടി വെച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പെന്ന് പറയാൻ പറ്റില്ല, അവിയിലേക്ക് ഒന്ന് ചതച്ചെടുക്കുക വേണ്ടു. പുള്ളിയും തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില തൂക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അവിയൽ. പക്ഷേ ഇതിലെ കഷ്ണങ്ങൾ മാറുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇതൊക്കെ ഉള്ളവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ നേന്ത്രക്കായയുടെ സീസൺ ആണെങ്കിൽ ചെറുകായ്ക്ക് പകരം നേന്ത്രക്കായ ഇടും കേട്ടോ നമ്മൾ. ഇപ്പോൾ ചെറുകായുടെ സീസൺ ആണെങ്കിൽ ചെറുകായ ഇടും. നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ചെറിയ അടിയിലത്തെ പടലി ഉണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അധികം മൂക്കാത്ത കായ, ഒടിഞ്ഞു വീണ കായ, അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ എല്ലാം കൂടെ കിട്ടിയൊരു സമയം ആയതുകൊണ്ട് തന്നെ ഞാനും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വെള്ളത്തോടു കൂടി ഉള്ളിയുടെ ടേസ്റ്റൊക്കെ വന്ന് ഒരു വ്യത്യസ്തമായിട്ട് തന്നെയാണ്. ഇതാ കരിവേപ്പിലിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും ആ കറക്റ്റ് പാകമായിട്ട് വരും. ചെറിയൊരു വെള്ളത്തോടു കൂടി അവിയലായതുകൊണ്ട് ഇത് നമുക്ക് കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം. സൈഡ് ഡിഷ് ആവാതെ തന്നെ നമുക്കൊരു കറിയായിട്ട് തന്നെ ഈ അവിയൽ ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഇവിടെ അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ഫ്ലാറ്റുകളല്ലാത്തവർക്കൊക്കെ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കും. അപ്പോൾ ഈ താളുനണ്ടൊക്കെ ഇട്ടിട്ടുള്ള അവിയൽ അധികം പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ഉള്ള പച്ചക്കറികളെ കൊണ്ടാണ് അവിയൽ ഉണ്ടാക്കുക. മുരിങ്ങക്കായുടെ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മുടെ ഈ അവിയൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചീനീസ് കിച്ചൺ ഇങ്ങനത്തെ നാടൻ റെസിപ്പിയൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.